നമസ്കാരം. മാതൃഭൂമിയുടെ ഈ ഫ്ലോറ് ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്കും അതിലുപരി രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വേദിയായിട്ടുള്ള ഒന്നാണ്. ഇവിടേക്ക് ഇന്ന് നമ്മുടെ അതിഥികളായി എത്തുന്നത് ഒരേപോലെ ഈ ഫ്ലോറിൽ പരസ്പരം വെല്ലുവിളികളും വാഗ്വാദങ്ങളും നടത്തി ഒടുവിൽ ഒരുമിച്ച് ജയിച്ചു കയറിയ രണ്ടുപേരാണ്. നമ്മുടെ പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം നമ്മുടെ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ. ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ എന്ത് ഉദ്ദേശത്തോടെ ആയിരിക്കും നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചതെന്ന് നിങ്ങൾക്ക് ആദ്യമേ പറയാൻ പറ്റുമല്ലോ അല്ലേ? ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഇരുത്തിയാൽ അത് നന്നായി വൈറലാവും. വൈറലാകുന്നതിനപ്പുറത്തേക്ക് മാതൃഭൂമിയെ സംബന്ധിച്ച് പിന്നെ പ്രേക്ഷകർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണപ്പെടും. ഇതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഫ്ലോറിൽ നമ്മുടെ ചർച്ചകൾ നടക്കുമ്പോൾ നീ ആരാടാ എന്നുള്ളൊരു ചോദ്യം അത് അതിഭീകരമായി വന്നു. അതിന് ശേഷം പല സന്ദർഭങ്ങളിലും ഇത് പരസ്പരം വരികയും എടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സംഭവത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും പൊതുപ്രവർത്തകരാണ്. ഇതിലേക്ക് എത്തുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന പ്രതികരണവും ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതികരണവും എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം. ആ ഒരു മൊമെന്റിൽ ഉണ്ടായിട്ടുള്ള വളരെ ഒരു 15-20 സെക്കൻഡ് മാത്രം നീണ്ടു നിന്നിട്ടുള്ള ഒരു വാഗ്വാദമാണ്. ഞങ്ങൾ അതിനു മുമ്പും ശേഷവും എത്രയോ മണിക്കൂറുകൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണം വിട്ടുപോയപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു വൈകാരിക പരിസരത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. അത് ഞങ്ങൾ അതോടുകൂടി തീർത്താണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇന്നത്തെ കാലത്ത് എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് അത് നിൽക്കും. പിന്നെ ഈ ട്രോൾ ഗ്രൂപ്പുകൾ വല്ലാതെ അതെടുത്ത് മറ്റ് അവസരങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അത് എന്താ പറയുക, കേരളത്തിൻ്റെ ട്രോൾ മേഖലയ്ക്ക് ഞങ്ങളുടേതായിട്ടൊരു സംഭാവനയായി മാറി. അല്ല, സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം കാര്യങ്ങളൊന്നും വയലൻ്റ് ആകാറില്ല. പക്ഷേ ജ്യോതി അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ വയലൻ്റായി അങ്ങ് ഷൗട്ട് ചെയ്തതിനകത്ത് പിന്നീട് എവിടെയെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, ചർച്ചകളിൽ പോകുമ്പോൾ ഞാൻ ചില സന്ദർഭങ്ങളിലും പരിധി വിടുന്നു പരാതി വ്യാപകമായിട്ടുണ്ട്. ഇവിടെ ഇതേ സ്റ്റുഡിയോയിലാണ് ഞാനിരിക്കുന്നത്. സന്ദീപ് മറ്റേതോ എൻ്റെ വിശ്വാസം പാലക്കാടാണെന്നാണ്. സന്ദീപ് വീട്ടിലാണ്. അപ്പോൾ സാന്ദർഭികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ തുടങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു മെസ്സേജ് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം പെട്ടെന്ന് ഇതിനോട് കൂടുതൽ പ്രതികരിക്കുന്നത്. പിന്നീട് ഇത് പരിധി വിട്ടുപോയി എന്ന് എനിക്കറിയാം. ചിലപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ പരിധി വിട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ചെയ്യാറുള്ളത് ചിലരെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട ചില സാഹചര്യങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. ഞാനൊരു ചാനലിൽ ഇരുന്ന് ഒരാളെക്കുറിച്ച് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ സ്വല്പം വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് ശരിയായില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ വീട്ടിലെത്തും മുമ്പ് ആ ചാനലിൻ്റെ വാഹനത്തിൽ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും ചർച്ചയിലേക്ക് വരുന്നതിന് വിഷയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവണമല്ലോ. നമ്മൾ എന്ത് പ്രതികരിച്ചാലും അതിനോട് തിരിച്ചറിവുണ്ടാകണം. ഇവിടെ സാന്ദർഭികമായി പിന്നെ ഞാനിത് പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ എതിർക്കാൻ സന്ദീപ് ശ്രമിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞാൻ ചില വാക്കുകൾ പൊതുമലയാളത്തിൽ സാധാരണ പറയാത്ത ചില വീടുകളിൽ പോയി പറയണമെന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞു. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഞങ്ങൾ പലപ്പോഴും നേരിട്ട് കാണാറില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ ഏറ്റുമുട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നീട് ഞങ്ങൾ കോടിയിലായിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ വേറൊരു സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ ഒരുമിച്ച് കണ്ടിരുന്നു. ഇതെല്ലാം നിങ്ങൾക്കറിയാലോ, ഇത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അങ്ങനെ നിരന്തരമായിട്ടുള്ള ശത്രുത അങ്ങനെ ഒന്നുമില്ല. മീഡിയക്കാർ കാണിക്കുന്ന പോലെ ഈക്കൊന്നും ഞങ്ങൾ കാണിക്കാറില്ല. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ മറ്റൊരു ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടി. ഞങ്ങൾ ഒരു ലിഫ്റ്റിൽ തന്നെ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉണ്ടായിരുന്നു പറഞ്ഞു. കാഷ്വലായിട്ടുള്ള ചില ടോക്ക്. അത് കഴിഞ്ഞ് എന്നോട് ആരോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സന്ദീപ് വാര്യരുടെ അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്, സിംഗിങ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഞാൻ അയാളിൽ നിന്ന് തന്നെ നമ്പർ വാങ്ങി സന്ദീപിനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ സുഖമെന്ന് അറിഞ്ഞു. സന്ദീപ് പറഞ്ഞു അതെ ക്രിട്ടിക്കലാണ്. അപ്പോഴും ആ സൗഹൃദം, അതായത് സന്ദീപിൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുകയും സന്ദീപ് അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അല്ല, ഇങ്ങനത്തെ തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ സമയത്ത് ഈ തർക്കവും ഇതുമൊക്കെ നിങ്ങൾക്ക് ഗുണമായിരുന്നോ ദോഷമായിരുന്നോ? ആക്ച്വലി എനിക്കത് ഗുണമായി തോന്നുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഇത് നിരന്തരം ഞങ്ങളുടെ മുഖം എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതൽ ഇപ്പം ഞാൻ കോൺഗ്രസ് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 2-3 പരിപാടികൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആളുകൾ ആസ്വദിക്കും. ഞങ്ങൾ ഒരു വേദിയിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അത് ആളുകൾ ആസ്വദിക്കും.
ഞാൻ അവിടെ പോയത് കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കും വല്ലാതെ അത് പിന്നെ വിഷമിച്ചിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞു, ടി വിയിൽ ഒരു കാലത്ത് പരസ്പരം തന്തയ്ക്ക് വിളിച്ചിരുന്നവരാണ് ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത്. പത്തനാപുരം പോലെ ഒരു മണ്ഡലം, കാരണം കഴിഞ്ഞ 25 വർഷം MLA ആയിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചത്? നോക്കൂ, പത്തനാപുരത്തെ പ്രവർത്തകർ കഴിഞ്ഞാൽ പത്തനാപുരത്ത് ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ച ഏകയാൾ ഞാൻ തന്നെയാണ്. കാരണം ചാനലായ ചാനൽ മുഴുവൻ ഞാൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ആരും സപ്പോർട്ട് ചെയ്തു? ഒരാളും എന്നെ ഞാൻ ജയിക്കുമെന്നോ അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന് പോലും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ വക്കീലുണ്ടല്ലോ ജയശങ്കർ വക്കീലൊക്കെ പിന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയായിരുന്നു ഞാൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്. രാവിലെ 8:00 തോക്കുമെന്ന്. കഴിഞ്ഞ ഒരു 10 കൊല്ലം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ജയിച്ച ആളാണ്. പക്ഷേ വാര്യറുടെ ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അങ്ങനെയല്ല. EMS ആദ്യമായി 57 ജയിക്കുന്ന മണ്ഡലമാണ്, പിന്നെ നയനാർ ജയിച്ചിട്ടുള്ള മണ്ഡലമാണോ, അവിടെ വാര്യർ ജയിക്കുന്നു. ഭാഗ്യമാണോ അതോ? ഭാഗ്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ചില ഈശ്വരീയമായിട്ടുള്ള ചില ഇടപെടലുകൾ, ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ തന്നെ ഞാൻ മത്സരിക്കണം എന്നുള്ളതൊരു നിയോഗമായിരിക്കാം. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് നേതൃത്വവും ആ സമയത്ത് ആ സീറ്റ് ഒരു ഡ്രൈ സീറ്റായിട്ടാണ്, ജയിക്കില്ല എന്നുള്ള സീറ്റായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ എനിക്കൊരു ആ സീറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ എനിക്ക് ജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ CMP അടക്കമുള്ള മറ്റ് സഖ്യകക്ഷികളുടെയും ഒക്കെ പ്രവർത്തകർ കൈമൈ മറന്ന് അത്യധ്വാനം ചെയ്തിട്ട് നേടിയിട്ടുള്ള വിജയമാണ്. തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളെ പോലെയല്ല, അവിടെ 40ഓളം ബൂത്തുകളിൽ എനിക്ക് ഇന്ന ഏജന്റുമാർ ഇരുത്താൻ കഴിഞ്ഞു. എൻ്റെ ഉദിനൂർ ബൂത്തിൽ എൻ്റെ മഹിളാ കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകയാണ് അവിടെ 3 മണിവരെ അവിടെ ബൂത്തിലിരുന്ന് കള്ളവോട്ട് തടഞ്ഞത്. ഇന്ന ഏജൻ്റായിരുന്നു. അവർ ടോയ്ലറ്റിൽ പോയില്ല. കാരണം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ടോയ്ലറ്റിൽ പൂട്ടിയിടുമെന്നുള്ളതുകൊണ്ട് അവർ പോയില്ല. പക്ഷേ അവർ പിന്നെ പുറത്തിറങ്ങുന്നില്ല കണ്ടപ്പോൾ ജനലിലൂടെ വന്ന് നായ്ക്കുറണപ്പൊടി എറിഞ്ഞ് അവരെ ആശുപത്രിയിലാക്കി. ഞാൻ ബൂത്തിലേക്ക് ഓടിച്ചെന്ന് കാണുന്നത് അവിടെ ചന്തേരയിലെ CI സ്കൂളിൻ്റെ ബാക്കിലെ ഗേറ്റ് തുറന്നു കൊടുത്ത് കള്ളവോട്ടിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുഴുവൻ സിസ്റ്റവും കള്ളവോട്ടിന് വേണ്ടി നിൽക്കുക. ഏകദേശം 5000-6000 കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അതിനെയും മറികടന്നുകൊണ്ടാണ് ജയിച്ചത്. അപ്പോൾ പഴയ BJP ചർച്ചകളൊക്കെ ഒരു തിരിച്ചടിയായിട്ട് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അത് വളരെ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നായിരുന്നല്ലോ ആക്ഷേപം. അതിൽ വാസ്തവത്തിൽ ആ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞ കാര്യമായിരുന്നു അത്. ഞാൻ സ്വരാജിനെ അതേ ചർച്ചയിൽ കോട്ട് ചെയ്തുകൊണ്ട് അയാളെ കളിയാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഭാഗം മാത്രം കട്ട് ചെയ്ത് എൻ്റെ പേരിൽ ആരോപണമാക്കിയിട്ടതായിരുന്നു. അത് അവർ വ്യാപകമായിട്ട് അവിടെ ഉപയോഗിച്ചു. അതിൽ ആ വ്യാജ പ്രചരണങ്ങൾക്കൊന്നും അവിടെ ഒരു ഇതുണ്ടായില്ല. വലിയ തോതിലുള്ള പിന്തുണ കിട്ടി. നിങ്ങൾ രണ്ടുപേരും തുടക്കക്കാരാണ് 16ാം കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനിയുള്ള ചർച്ചകളൊക്കെ പോകുമ്പോൾ അന്ന് പറഞ്ഞില്ലേ എന്തായാലും നിങ്ങളെ രണ്ടുപേരും ഇനി എതിരാളികളായിട്ട് ഉടനെയൊന്നും കിട്ടത്തില്ല എന്നൊരു ജ്യോതിചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജ്യോതിചേട്ടൻ കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ മെഷീനാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഞാൻ കണ്ടു, പാലക്കാടാണെങ്കിലും നിലമ്പൂരാണെങ്കിലും. സന്ദീപ് വാര്യർ സ്വാഭാവികമായിട്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. എന്നെ തന്നെയാണ് അന്ന് നേതാക്കന്മാർ ചുമതലപ്പെടുന്നത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നോട് തന്നെയാണ് പറയുന്നത്, താഴെ പോയി സന്ദീപ് വാര്യർ വരും, ക്ഷണിച്ച് പത്രസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, ആ ചുമതല എനിക്കാണ്. അപ്പോൾ ഞാൻ സന്ദീപിനെ വിളിച്ചു. അപ്പോൾ ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ താഴെ പോയി ഞാനും AIC സെക്രട്ടറി ശ്രീ മോഹനോട് ഞങ്ങൾ ക്ഷണിച്ച് വെള്ളിലേക്ക് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഞാൻ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്ന ദിവസമാണ്. കാരണം ഞാൻ എല്ലാം വന്ന് തിരഞ്ഞെടുപ്പിരിക്കുന്ന സമയമാണ്. അവിടെ മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഫ്രെയിം കിട്ടാൻ വേണ്ടി മുഖ്യധാര ചാനലുകളെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നീ ആരടാ എന്നുള്ള എൻ്റെ പിന്നെ എന്താ പറയുന്നത്, പിന്നെ സ്റ്റിക്കേഴ്സ്, അതിൻ്റെ പേരിൽ സ്റ്റിക്കേഴ്സ് ഇറങ്ങുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് പിന്നെ വീണ്ടും തോന്നുന്നു. പിന്നെ സന്ദീപുമായി ബന്ധപ്പെട്ടോ ഞാനുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഇട്ടാൽ ഉടൻ ഞങ്ങളുടെ അന്നത്തെ നീ ആരടാ സാധനം വരും. ഇപ്പോഴും വരും. ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണെങ്കിൽ നീ ആരടാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഞാൻ തൃക്കരിപ്പൂർ MLA ആണ്. നിങ്ങൾക്കാണെങ്കിലോ? തീർച്ചയായിട്ടും ഞാൻ പത്തനാപുരം MLA ആണ്, KPCL സെക്രട്ടറി. എനിക്ക് പക്ഷേ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പുലികളെ ഒരു വാഗ്വാദവും ഇല്ലാതെ ഇത്രയും ശാന്തരായി പൂച്ചക്കുട്ടികളെ പോലെ ഇരുത്തി സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിജയമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ പറഞ്ഞു പോരുത്. അങ്ങനെ ഞങ്ങൾ പുലികളാകേണ്ടി വരുന്നത് ഞങ്ങൾ രണ്ട് ആശയങ്ങളിൽ വിശ്വസിച്ച് രണ്ട് ചേരിയിൽ നിൽക്കുമ്പോഴാണ്. എൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുന്ന ചോദ്യം ഉണ്ടായാൽ അതേ ആരടാന്നുള്ള ചോദ്യം വരും. ഞങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ചോദിക്കും. ഞങ്ങൾ തമ്മിലുള്ളത് അതിര് തർക്കമല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ആശയപരമായ സംഘർഷം അത് പരിധി വിട്ടു പോയപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് തോന്നിയിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ട് സന്ദീപിന് ഉണ്ടായി കാണുന്നില്ല. ജോയിച്ചേട്ടൻ എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ചത്
എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് വിവരങ്ങൾ ചോദിക്കുകയും അമ്മ മരിച്ച സമയത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജോയിച്ചേട്ടനുണ്ട്. ഇപ്പോൾ ആളുകൾ പുറമേക്ക് വളരെ പരുക്കനായിട്ടുള്ളൊരു ജോയിച്ചേട്ടനെ കാണുമ്പോൾ അതിനകത്ത് വളരെ നൈർമല്യമുള്ള ഹൃദയമുള്ള ഒരു ജോയിച്ചേട്ടുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞയാളാണ്. ഞാൻ പുള്ളിയുടെ ഫാദറുമായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ടാക്കി. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഫ്ലോറിൽ എത്ര ഏറ്റുമുട്ടിയാണ് പരസ്പരം ഒന്ന് കൈ കൊടുത്തേ. അങ്ങനെ ഏറ്റുമുട്ടിയ രണ്ടുപേര് ഈ ഫ്ലോറിൽ പരസ്പരം സ്നേഹത്തോടുകൂടി ഇരിക്കുകയും ഇത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയത്തിലെ ഈ ചർച്ചകളുടെ തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ രണ്ട് വലിയ വിജയങ്ങൾ നേടുകയും ജനമനസ്സുകളിൽ എത്തുകയും ചെയ്തിട്ടുള്ള സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല ഒപ്പം പങ്കെടുത്തതിന് വളരെയധികം നന്ദി.